നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. NRI വിവാഹം സ്വപ്ന ജീവിതമോ അതോ വെല്ലുവിളിയോ? കാരണം ഒരുപാട് മലയാളികൾ ഇന്ന് NRI വിവാഹം വളരെ കോമൺ ആണ്. യുവാവ് കാനഡയിലാണ്, അമേരിക്കയിലാണ്, ലണ്ടനിലാണ്, ഓസ്ട്രേലിയയാണ് വിവാഹം നടക്കുന്നു. അതിനുശേഷം ഇടത് കാലത്തായിട്ട് NRIകൾക്കിടയിൽ, മലയാളികൾക്കിടയിൽ നല്ല മൊത്തത്തിൽ വിവാഹ മോചനം കൂടുന്നു, സെപ്പറേഷൻ കൂടുന്നു. അതോടൊപ്പം തന്നെ അവിഹിതം കൂടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അടക്കമാണ് ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ദിസ് മൈ ഡെയിലി ബ്രീഫ്. ഐ ആം മിഥുൻ. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ടോക്ക് ഷോ. എന്തൊക്കെയാണ് കാരണങ്ങൾ? കാരണം ഒരു യുവാവിന് പ്രപ്പോസൽ വരുമ്പോൾ കോമൺ ആയിട്ട് യുവതിയുടെ പിതാവും മാതാവും അന്വേഷണം നടത്തും. യുവാവിനെ പറ്റി, യുവാവിൻ്റെ ജോലി, അവിടുത്തെ ജീവിതശൈലികൾ, സാമ്പത്തികം, ഇതൊക്കെ നിങ്ങൾ നോക്കും. അതോടൊപ്പം യുവതിയാണെങ്കിൽ അവിടുത്തെ നാട്ടിലെ കാലാവസ്ഥ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ഇതിനെപ്പറ്റി ഒരു മൊത്തത്തിൽ അന്വേഷണം നടത്തും. അതുമാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ആരും കടക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ഞാൻ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു പക്ഷേ ഇറ്റ് കുഡ് ബി ബെറ്റർ ഫോർ യു, മേക്ക് ലൈഫ് ഈസി. അതായത് ആദ്യ കാരണം എന്ന് പറയുന്നത്, ഒരു കാര്യം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുക. വിദേശ രാജ്യങ്ങളിൽ പെൺകുട്ടിയും ആൺകുട്ടിയും ജോലിയെടുത്തേ പറ്റൂ. ഡ്യുവൽ ഇൻകം ഉണ്ടായേ പറ്റൂ. കാരണം അപ്രായോഗികമാണ് ഒരാളുടെ ശമ്പളത്തിൽ ജീവിക്കുക എന്നുള്ളത്. ജീവിക്കാൻ സാധിക്കും, പറ്റാകുകയില്ല. പക്ഷേ അതിനൊരുപാട് ചലഞ്ചസ് ഉണ്ട്, വളരെ കോപ്പറേഷൻ വേണ്ടി വരും. അപ്പോൾ തുടക്കകാലത്ത് ഒരു യുവാവിന് ഒരിക്കലും കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി 28-29 വയസ്സാകുമ്പോഴേക്കും ഒരു 200,000 അല്ലെങ്കിൽ 350,000 ഒരു ജോലി ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ആ യുവാവിന് തീർച്ചയായിട്ടും സ്റ്റുഡൻറ് ലോൺ ഉണ്ടായിരിക്കും. ഞാൻ അമേരിക്കയിലാര് പറയുന്നത്, അവൻ ആ ലോൺ തീർക്കണം, അവന് ജോലി കിട്ടണം, കല്യാണത്തിന് ചിലവുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകാൻ യുവതിയും ജോലി എടുത്തേ പറ്റൂ. ഞാൻ ഫാൻസിക്ക് വേണ്ടിയാണ് ഒരു ഡിഗ്രി എടുത്തത്, എനിക്ക് ജോലി എടുക്കാൻ താല്പര്യമില്ല, എൻ്റെ വീട്ടിൽ ഒരുപാട് പണമുണ്ട്, അച്ഛൻ വിദേശത്ത് പോയി ഒരുപാട് പണം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊക്കെ വെറും എനിക്കൊന്ന് എൻജോയ് ചെയ്യണം, യൂറോപ്യൻ ലൈഫ് അല്ലെങ്കിൽ അമേരിക്കൻ ലൈഫ്, ആ ഒരു ചിന്താഗതിയായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പോകും, വെല്ലുവിളിയായിരിക്കും. ഈ കുടുംബജീവിതം മാത്രമല്ല, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരുപാട് വരും. എവിടെ നിന്ന്? കമ്മ്യൂണിറ്റി. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഞാൻ കല്യാണം കഴിച്ച് പോകാൻ പോകുന്ന അമേരിക്കയിലേക്കാണ്, എൻ്റെ അയൽക്കാരനായിട്ട് വരാൻ പോകുന്നത്. അയൽക്കാരെല്ലാം ട്രംപോ അല്ലെങ്കിൽ ജോണോ അല്ലെങ്കിൽ എബ്രാഹമോ ജോർജോ അല്ലെങ്കിൽ സ്കോട്ടോ ആയിരിക്കും എൻ്റെ അയൽക്കാർ. ഒരിക്കലുമല്ല. നിങ്ങളുടെ അയൽക്കാരെന്ന് പറയുന്നത് നീതു, ജാൻസി, രമ്യ, മഞ്ജു, സന്ധ്യ, ഈ 6-7 പേരുകാരായിരിക്കും നിങ്ങളുടെ അയൽക്കാർ. 90% മലയാളികളും ഒരു കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത്. അവർക്ക് എല്ലാവരും കമ്മ്യൂണിറ്റി ആയിരിക്കും തൊട്ടടുത്ത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെന്ന് 6 മാസം കഴിയുമ്പോഴേക്കും ചോദ്യം വരും. എന്ത് രശ്മി നീ ജോലിക്ക് പോകാത്തേ? നിനക്ക് എന്തുകൊണ്ട് ജോലിക്ക് പോകൂടാ? ഞങ്ങളെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് അവരിങ്ങനെ പറയാനുള്ളതെന്ന്. ചോദ്യങ്ങൾ വരും. നിങ്ങൾ ജോലിക്ക് ട്രൈ ചെയ്യും. എളുപ്പമല്ല ജോലി കിട്ടുക എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഒരു നേഴ്സാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെക് ഫീൽഡ് ആണെങ്കിൽ പോലും ഒരു RN പാസ്സാവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വ്യക്തമാക്കി ഞാൻ പറയുകയാണ്. ഒരു വട്ടം ട്രൈ ചെയ്തു, അങ്ങനെ ടെക്നീഷ്യനായിട്ടും സേനയായിട്ടും വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളി നേഴ്സുമാരെ എനിക്കറിയാം. അവരെല്ലാം ദുസ്സഹിച്ചുകൊണ്ട്, കാരണം എന്ത് പറയുന്നത്, എളുപ്പമല്ല RN പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ കരിയർ വഴി ഒരുപാട് വെല്ലുവിളി വേറെയുണ്ട്. ടെക് ഫീൽഡിൻ്റെ കാര്യം ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജോലിക്ക് പോയേ പറ്റൂ. രണ്ടാമത്തെ ഞാൻ പറയുന്നു, മലയാളി അസോസിയേഷനായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം പ്രഷർ നിങ്ങൾക്കും കീപ്പപ്പ് ചെയ്തേ പറ്റൂ. അവിടെ എല്ലാം ഇപ്പം അമേരിക്കയിലെങ്കും ഓരോ നഗരത്തിലും 2-3 സംഘടനകളാണ്. അപ്പോൾ നിങ്ങൾ എന്നും കാണാൻ പോകുന്ന ഇവരെയായിരിക്കും, ഇവരുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും. അപ്പോൾ ചോദ്യങ്ങൾ വേറെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്ക് പോകണം. ജോലിക്ക് പോയ ശേഷം ഇത് മാച്ച് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കണ്ടേ? തള്ളി നിൽക്കാൻ നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രഷറുകൾ വേറെ. അപ്പോൾ അതുകൊണ്ട് ഇവരെ സഹിക്കണം. ആദ്യം ജോലിപരമായ വെല്ലുവിളി, രണ്ടാമത്തെ സംഘടന. ഇവരെ നിങ്ങൾക്ക് മാറ്റി നിർത്തുക അസാധ്യമാണ്. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഞങ്ങൾ അതൊന്നും പോകില്ല. ആ ഒരു മാറി നിൽക്കുക അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പാടാണ്. ജീവിക്കാൻ പറ്റായികയില്ല. പക്ഷേ അവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. എളുപ്പമല്ല ഇവരെ ഫേസ് ചെയ്ത് മുന്നേറി പോവുക എന്നുള്ളത്. മൂന്നാമത്തെ വലിയ ചലഞ്ച് എന്ന് പറയുന്നത് കുടുംബം. 90% അമേരിക്കയിലെ ആണുങ്ങളും ഒരു പക്ഷേ അവർ കൂട്ടുകുടുംബമായിട്ടായിരിക്കും താമസിക്കുന്നത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കയറി ചെല്ലുന്നത് അപ്പൻ്റെ വീട്ടിലേക്കായിരിക്കും, അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആയിരിക്കില്ല. കാരണം അവനത് ഒരു പക്ഷേ പഠിച്ചു കഴിഞ്ഞു, സ്റ്റുഡൻറ് ലോൺ ഉണ്ട്, ഭാര്യ വരാൻ വെയിറ്റ് ചെയ്യുമായിരിക്കും ഒരു വീട് വാങ്ങാൻ. കാരണം റിച്ച് ആയിരിക്കുന്നില്ല, കാരണം സ്റ്റുഡൻറ് ലോൺ ഉണ്ട്, ചിലവുണ്ട്.
അപ്പോൾ അവിടെ നമ്മുടെ അമ്മായിമ്മ എന്ന കഥാപാത്രമുണ്ട്, അവരെ നിങ്ങൾ ഫേസ് ചെയ്യണം. 2 സ്ത്രീകൾ ഒരു കാരണവശാലും ഒരു അടുക്കളയിൽ ഒരുമിച്ച് പോകില്ല. അപ്പോൾ അമ്മായിയമ്മയെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ വിൽ ഗോ ടു മൈ ഹോം, എൻ്റെ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ കാശ് മുടക്കി വാടകയ്ക്ക് വീടെടുക്കാം. അമേരിക്കയിൽ ഇതൊക്കെ അസാധ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ അത്രയും റിച്ച് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ഉദ്ദേശമാണ് പറയുന്നത്, ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് അമ്മായിമ്മ എന്നുള്ള കഥാപാത്രത്തെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമല്ല. 2-3 വർഷം ഒരു പക്ഷെ നിങ്ങൾ അവിടെ താമസിച്ച് അല്പം പണമൊക്കെ ആയി, അത് വീടിന് മോർഗേജ് അടയ്ക്കാനുള്ള ഒരു ഇനീഷ്യൽ തുകയായ ശേഷമായിരിക്കും നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടി വരിക. അതുവരെ ഒരുപാട് സഹിക്കേണ്ടിയിരിക്കുന്നു മക്കളെ. കാരണം പല പല പദപ്രയോഗങ്ങളും അമ്മായിമ്മ മകൾ വാക്പോരുകൾ ഞാൻ ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. 4ാമത്തെ ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് സ്വയം ചെയ്യണം എല്ലാ പണികളും. അമേരിക്കയിൽ ഒരു നൗക്കർ അല്ലെങ്കിൽ ഒരു വേലക്കാരനെ വെക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ സിഒയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വഴിക്ക് പണം കിട്ടുമെന്നവർക്കായിരിക്കും. അസാധ്യമാണ് ശരാശരി കുടുംബത്തിന് ഒരു പണിക്കാരനെ വെക്കുക എന്നുള്ളത്. ഇവിടെ അമേരിക്കയിൽ വീടെന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും ചെളിയാവത്തില്ല. ഒരു 5-10 ദിവസമൊക്കെ മാനേജ് ചെയ്യാം. പക്ഷേ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വീട് ക്ലീൻ ചെയ്യണം, കുക്കിംഗ് ചെയ്യണം. രാവിലെ 6 മണിക്കും 7 മണിക്കും എണീച്ച് കുട്ടികളെ ബസ്സിൽ കയറ്റി വിടണം, ജോലിക്ക് പോകണം, തിരിച്ചു വന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കണം, അതിനുശേഷം കിടക്കണം. നല്ല പണിയാണ്. നിങ്ങൾക്ക് സഹകരിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുമായി സഹകരിക്കാത്ത ഭർത്താവാണെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. നിങ്ങൾ കണക്കാക്കുക. കാരണം നിങ്ങൾ പണിയെടുത്തേ പറ്റൂ. ഈ വക പ്രഷർ വേറെയുണ്ട്. ലാസ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് വല്ലപ്പോഴും, അതായത് 2 വർഷം കൂടുമ്പോഴായിരിക്കും നാട്ടിൽ പോകുന്നത്, സ്വന്തം വീട്ടുകാരെ കാണാൻ പോകുന്നത്. ആ പോക്കിൽ പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. കാരണം ആ 3 ആഴ്ചയിൽ ഭർത്താവ് പറയാം നമുക്ക് എൻ്റെ വീട്ടിൽ നിൽക്കണം 2 ആഴ്ച, എൻ്റെ അമ്മേനെ കാണണം, എൻ്റെ അപ്പനെ കാണണം, നീ വേണമെങ്കിൽ അവസാനം 1 ആഴ്ച പോയി നിന്നു. അതായത് ആലോചിക്കണം, 2 വർഷം കൂടിയാണ് നാട്ടിൽ വരുന്നത്. നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ സിംഹഭാഗം പോലും ഭർത്താവിൻ്റെ വീട്ടുകാർക്കായിരിക്കും. ഏകാന്തത ഞാൻ പറയുകയാണ്. അതായത് നാട്ടിൽ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ, ബന്ധുക്കാർ എല്ലാവരും വിട്ടെറിഞ്ഞുകൊണ്ട് അമേരിക്കയിൽ ആരാരും അറിയാത്ത രാജ്യത്ത് വന്നു. ആരും അറിഞ്ഞുകൂടാ. അവിടെ എല്ലാം ഭർത്താവിൻ്റെ ആളുകളായിരിക്കാം, ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. ആ ഒരു ഏകാന്തയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു വരിക അസാധ്യമാണ്. ഇത് പറയുമ്പോൾ ചിന്തിക്കുകയായിരിക്കും, അതൊന്നും വലിയ ആളുകൾ വരുന്നില്ലേ? വരുന്നുണ്ട്. നിങ്ങൾക്ക് വരാം, പിടിച്ചു നിൽക്കാം. ഇതിനെല്ലാം ഫേസ് ചെയ്യാനുള്ള മനക്കട്ടിയുണ്ടോ? ഇതിനൊക്കെ പോടാ പുല്ലേ എന്ന് പറഞ്ഞു കൊടുത്തു. അതൊന്നും എനിക്ക് വിഷയമല്ല. നാട്ടുകാരും വീട്ടുകാരും ഒന്നും എനിക്ക് വിഷയമല്ല. ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. ഈ പറയുന്ന പ്രഷറുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ? കടന്നുപോലെ ഇത്രയും മനോഹരമായ രാജ്യം വേറെയില്ല. കഴിവുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഒരിക്കലും എക്കോസിസ്റ്റം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. ഒരു കമ്പനിയിലെ മാനേജറായി കഴിഞ്ഞാൽ അവിടെ CEO വരെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിരമിക്കാം. സ്ത്രീയൊന്നോ പുരുഷനോ ലിംഗഭേദമില്ലാതെ ഈ രാജ്യം അവസരം തരും മുന്നേറാൻ. ഈ പറയുന്ന പ്രഷറുകൾ വീട്ടുകാർ, കുടുംബക്കാർ, നാട്ടുകാർ, ഇതിന് കുട്ടികളെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുമോ? കയറിപ്പോരെ. അതല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ വന്ന ശേഷം 4 മാസം 6 മാസം കഴിയുമ്പോൾ ഏകാന്തത, ജോലി കിട്ടുന്നില്ല, ആളുകളുടെ പ്രഷർ, അമ്മായിയമ്മ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഭർത്താവുമായി സഹകരിക്കാൻ പറ്റാതെ വരുമ്പോൾ പാതി വഴിവെക്കൽ വിവാഹബന്ധം വേർപിരിയുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പോകാൻ പോകുന്ന രാജ്യത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്തൊക്കെയാണ്? അതിന് ഫേസ് ചെയ്യാനുള്ള മനക്കട്ടി ഉണ്ടോ എനിക്ക്? അതിന് പോകുന്ന അത്രയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ഭർത്താവ്? കാരണം ഭർത്താവിൻ്റെ സൗന്ദര്യവും പണവും മാത്രം നോക്കിയാൽ പോരാ, അതിനൊരു വലിയ മനസ്സുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നാളെ എന്തായാലും ആണുങ്ങൾക്ക് വേണ്ടി, കാരണം നാളെ അതായത് ഒരു പുരുഷനൊരു ഓഫർ വരികയാണ്, സ്കോട്ട്ലൻഡിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒരു ഓഫർ വരുമ്പോൾ പുരുഷൻ എന്തൊക്കെ കരുതിയിരിക്കണം എന്നതിനെപ്പറ്റി ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നതായിരിക്കും.